ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐ വിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നോയി ഒരു ചെറിയ പ്ലാൻ ഇടുന്നതും പിന്നെ അവനെ പറ്റിക്കുന്നത് വരെയാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ തീയാണെങ്കിൽ നോയോട് ചോദിക്കുന്നു, അല്ല ഈ പ്ലാനൊക്കെ ആ കൊച്ചു കുട്ടിക്കും ആ ബൈക്കിൽ വന്ന ചെറുക്കനും അറിയാമായിരുന്നു എന്ന്. ഇത് കേട്ടിട്ട് അവർ മൂന്നുപേര് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നോയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ബൈക്കിൽ കയറിയിട്ട് അവർ പോകുന്നെന്ന് പറയുന്നു. അവർ പോയതിന് ശേഷം നോയ് തീയെ ബൈക്കിലേക്ക് കയറാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ നോയുടെ അടുത്ത് അവൻ പറയുന്നു, ഇല്ല ഞാൻ വരുന്നില്ല, പിന്നെ നമുക്കിനി പഠിച്ചാലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ആദ്യം ബൈക്കിൽ കയറാൻ നോക്കുന്നു. അതിനുശേഷം അവൻ ഇന്ന് ഹെൽമറ്റ് തന്നെ അവന് കൊടുക്കുന്നുമുണ്ട്. പിന്നെ കുറേ നേരം നിർബന്ധിക്കുന്നതുകൊണ്ട് അവൻ ബൈക്കിലേക്ക് കയറുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ കുറച്ച് പതുക്കെ ബൈക്ക് ഓട്ടിക്കണേ എന്ന്. നോയ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ തീയാണെങ്കിൽ പേടിച്ചവനെ കൈ കൊണ്ട് ഇറുക്കി പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നോയ് ചോദിക്കുന്നു, ഓ കിട്ടിയ ചാൻസ് അങ്ങ് മുതലാക്കിയല്ലേ എന്ന്. നോയ് പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് അവൻ കൈ മാറ്റുന്നുണ്ട്. എന്നിട്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് വീണ്ടും കൈ വെച്ച് അതേപോലെ തന്നെ തീ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഇരുന്ന് ബാസു അവൻ്റെ ഗ്യാങ്ങും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നോയെയും തീയേയും തന്നെയാണ്. നോയുടെ സ്പീഡ് കാരണം തീയാണെങ്കിൽ നോയെ ടൈറ്റായിട്ട് കൈ കൊണ്ട് പിടിച്ചേക്കാണ്. ഇത് കണ്ടിട്ട് നോയ് പറയുന്നു, ഡേ നീ എന്നെ നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് പിടിച്ചിരിക്കുന്നതെന്ന്. തീ പക്ഷേ നോയ് പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് സ്പീഡിലാണ് നോയ് ബൈക്ക് ഓട്ടിക്കുന്നത്. പിന്നെ നോയ് തീയുടെ വീട്ടിനടുത്ത് കൊണ്ടുപോയി ബൈക്ക് നിർത്തുന്നു. ഇത് കണ്ടിട്ട് തീ ചോദിക്കുന്നു, അല്ല നീ എന്തിനാ ഇതുവരെ എന്നെ കൊണ്ടാക്കിയതെന്ന്. അപ്പം അവൻ പറയുന്നു, അല്ല ഞാൻ കരുതി നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാമെന്ന്. നോയ് പറയുന്നതൊക്കെ കേട്ടിട്ട് തീയാണെങ്കിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹെൽമെറ്റ് തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നോയ് വാങ്ങാതെ പറയുകയാണ്, ഇനി ആവശ്യം വരും, അതുകൊണ്ട് നീ തന്നെ കൈ വെച്ചേക്കെന്ന്. അപ്പം അവൻ പറയും, ഇനി ആവശ്യമൊന്നും വരത്തില്ല, നീ വെച്ചോ, ഇത് എനിക്ക് വേണ്ടെന്ന്. അപ്പം അവൻ പറയും, വേണ്ട നീ തന്നെ വെച്ചേക്കെന്ന്. അങ്ങനെ അവൻ താങ്ക്സ് പറഞ്ഞിട്ട് അത് കൈ തന്നെ വെച്ചേക്കാണ്. എന്നിട്ട് തീ നോയോട് പറയുന്നു, ആ പിന്നെ ശരി ഞാൻ പോകുന്നെന്ന്. എന്നിട്ട് അവൻ നടക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നോയ് ചോദിക്കുന്നു, അല്ല നീ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് ക്ഷണിക്കാതിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വീട് അത്രയും അലങ്കോലായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാണെന്ന്. പിന്നെ ഇവ ഇങ്ങനെ പോകാതെ നിൽക്കുന്നത് കണ്ടിട്ട് പിന്നെ ഇനി ഒന്നും ചെയ്യാക്കില്ലല്ലോ, കൊണ്ടുപോയാലേ പറ്റൂ. അങ്ങനെ വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവൻ പറയുന്നു, ആ പിന്നെ ശരി നീ എൻ്റെ വീട്ടിലേക്ക് ഒരു കോഫി കുടിക്കാനായിട്ട് വാ എന്നും പറഞ്ഞ് അവനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തീ റൂമിനടുത്തേക്ക് എത്തിയിട്ട് പറയുന്നു, അയ്യോ എൻ്റെ കതക് തുറക്കാൻ ഒക്കുന്നില്ലെന്ന്. അത് കേട്ടിട്ട് നോയ് പറയുന്നു, എന്നാൽ നീ അവിടെ നിന്ന് മാറിക്ക്, ഞാൻ ഈ കതക് തല്ലിപ്പൊളിക്കാമെന്ന്. അപ്പോൾ അവൻ പറയാം, അയ്യോ വേണ്ട വേണ്ട കതക് തുറന്നെന്ന്. എന്നിട്ട് അവരകത്ത് കയറുന്നുണ്ട്. തീ അകത്തേക്ക് കയറിയതിന് ശേഷം കതക് അടയ്ക്കുന്നില്ല. അവൻ പറയാണ്, നല്ല വെളിച്ചം കിട്ടും കതക് തുറന്ന് കിടന്നാലെന്ന്. അപ്പം നോയാണെങ്കിൽ അവനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ആ ഡോർ അടയ്ക്കുകയാണ്. അപ്പോൾ തീയാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയിട്ട് എനിക്ക് തുണി കഴുകാനായിട്ട് തുണി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയി പുറത്ത് നിന്ന് തുണി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം നോയാണെങ്കിൽ അവൻ്റെ റൂമൊക്കെ അവിടെ നിന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇവൻ തുണി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട് നോയ് ചോദിക്കുന്നു, അല്ല നിനക്ക് വട്ടാണോ, കാരണം ഈ ഹാങ്ങറിൽ തന്നെ വെച്ച് ഈ തുണി കൊണ്ടുപോയി വാഷ് ചെയ്യാനായിട്ടെന്ന്. അപ്പം അവൻ പറയുന്ന, അത് പിന്നെ ഈസി ആയിട്ട് തുണി വിരിക്കാമല്ലോ, അതിന് വേണ്ടിയാണ് ആദ്യമേ ഹാങ്ങറിൽ വെച്ചിട്ട് തുണി കൊണ്ടുപോകുന്നതെന്ന്. ഇത് കേട്ടിട്ട് നോയ് പറയുന്നു, ഓ വലിയ തമാശ ആയിപ്പോയെന്ന്. ഒരു പേടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് നിന്ന് തീയാണെങ്കിൽ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നോയ് ഫിഷ് ടാങ്കിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ടാണ്. കാരണം അവനാണെങ്കിൽ നോയുടെ പേരാണ് ആ ഫിഷ് ടാങ്കിൽ എഴുതി ഒട്ടിച്ചേക്കുന്നത്. ആദ്യം അവൻ കരുതുന്നു നോയ് അത് കാണില്ലെന്ന്, പക്ഷെ അത് നോയ് കാണുന്നുണ്ട്. നോയ് ഇത് കണ്ടെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് തീ പറയുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള പേരല്ലേ, അതാ മീനിന് വെച്ചതെന്ന്. അപ്പം ഇത് കേട്ടിട്ട് നോയ് പറയുന്നു, നീ എന്നെ മണ്ടനാക്കാനൊന്നും നോക്കണ്ട, നീ മനഃപൂർവ്വമല്ലേ ഈ മീനിന് എൻ്റെ പേരിട്ടത്, നീ എന്നെ കളിയാക്കാനല്ലേടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. തീ അപ്പോൾ പറയുന്നു, അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പം നോയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നോയാണെങ്കിൽ അവൻ്റെ അതേ ഹെയർ സ്റ്റൈൽ തന്നെ തീക്കും ചെയ്ത് കൊടുക്കുന്നത് പോലെയാണ്. എന്നിട്ട് നോയ് തീയോട് പറയാണ്, ഈ ഹെയർ സ്റ്റൈൽ നിൻ്റെ ഫേസിന് നല്ലതുപോലെ ചേരുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്.
അപ്പോൾ തീയാണെങ്കിൽ നോയ് ചിരിക്കുന്നത് കണ്ടിട്ട് പറയണ് നോയ് ഇപ്പോൾ എത്ര ഹാപ്പിയാണെന്ന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ കോഫി കുടിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ തീയെ തന്നെ ഒരു ചെറുക്കൻ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ തീ കരുതുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണ് ആ ചെറുക്കൻ ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവന് ഒരുമാതിരി തോന്നിയിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖം മറച്ച് നിൽക്കുകയാണ്. ആ സമയം തന്നെ ആ കടയിലെ ആൾ പൈസ ചോദിക്കുന്നുണ്ട് കോഫിയിൽ. അങ്ങനെ അവ എടുത്തു കൊടുക്കുന്ന സമയത്ത് നോയ് ആ ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ സൂപ്പറായിട്ടുണ്ട്, കൊള്ളാമെന്ന്. പിന്നെ അവിടെ നിന്ന് രണ്ടുപേരും കൂടെ തീയുടെ വീട്ടിലേക്ക് പോവുകയാണ്. തീ തുണി ഉണക്കാനായിട്ട് ഇടുന്ന സമയം നോയ് ചോദിക്കുന്നു എന്താ നീ തന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ലേ എന്ന്. അപ്പം നോയ് പറയുന്നത് കേട്ടിട്ട് തീ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും പെട്ടെന്ന് പറയുന്നുണ്ട്. തീ ഇതാണെങ്കിൽ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പം നോയ് പറയുന്നു ഇനി ഏത് ക്വസ്റ്റ്യൻ ആയാലും നീ ചോദിക്കും, ഞാൻ അതിൻ്റെ ഉത്തരം പറയാമെന്ന്. എന്നിട്ട് നോയ് ചോദിക്കുന്നു നീ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ചേരുന്നോ തീ വാത്പു എന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ തീ മനസ്സിൽ പറയണ് ഞാൻ തീ വാത്പു ഒന്നും അല്ലെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നോയ് ആണെങ്കിൽ തീയുടെ മുടിയിൽ ഹെയർ ക്രീമൊക്കെ യൂസ് ചെയ്ത് ശരിയാക്കി കൊടുക്കുന്നത് പോലെയാണ്. എന്നിട്ട് നോയ് ആണെങ്കിൽ തീയെ തീ വാത്പു എന്ന് വിളിക്കുന്നു. അതും വിളിക്കുന്നത് നല്ല റൊമാൻറ്റിക് ആയിട്ടാണ്. തീ പെട്ടെന്ന് തന്നെ ഈ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് അവൻ പറയണു ഓ ഇതൊരു സ്വപ്നമായിരുന്നോ എന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആകാനായിട്ട് എണീറ്റ് പോവുകയാണ്. അപ്പം നോഹി അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു നോയ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൻ്റെ വീടിൻ്റെ പുറത്ത് വരുമെന്ന്. നോഹി പറയുന്നത് കേട്ടിട്ട് തീയാണെങ്കിൽ ക്ലോക്കിലേക്ക് നോക്കിയാണ്. ക്ലോക്കിൽ നോക്കുമ്പോഴത്തേക്ക് 7 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയി നോക്കുമ്പോഴത്തേക്ക് നോഹി പറഞ്ഞതുപോലെ തന്നെ നോയ് പുറത്തുണ്ടായിരുന്നു. തീക്ക് അവനെ കണ്ടിട്ട് പേടിയാവുന്നത് കൊണ്ട് തിരിച്ചു പോകാമെന്ന് കരുതി തിരിഞ്ഞു നടക്കുന്നു. നോയ് കരുതുന്നത് അവൻ ഹെൽമറ്റ് എടുക്കാനായിട്ട് പോകുന്നതാണെന്ന്. അതുകൊണ്ട് അവൻ പറയുന്നു ഞാൻ നിനക്കൊരു 2 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ നീ പോയി ആ ഹെൽമറ്റ് എടുത്തുകൊണ്ട് വരണം, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് നീ കരുതണ്ടെന്ന്. തീയാണെങ്കിൽ നോയ് പറയുന്നത് കേട്ടിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരുമാതിരി സാഡായിട്ട് ഫേസ് മാറ്റിയിട്ട് തിരിഞ്ഞിട്ട് പറയണ് അയ്യോ ഞാൻ നല്ല സ്ലോ ആയിട്ടേ നടക്കൂ, അതുകൊണ്ട് ഒരുപാട് ടൈം വേണ്ടി വരുമെന്ന്. അപ്പം നോയ് പറയുന്നു നീ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വലിച്ചെടുത്തോണ്ട് പോകുമെന്നേ ഉള്ളെന്ന്. അപ്പം നോയ് പറയുന്നത് കേട്ടിട്ട് തീയാണെങ്കിൽ പെട്ടെന്ന് പോയി ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരികയാണ്. പിന്നെ രണ്ടുപേരും ബൈക്കിൽ എങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നോയ് പറയുന്നു നീ നല്ല ലക്കിയാണ്, കാരണം നിനക്ക് ഇന്ന് എന്നെ പഠിപ്പിക്കണ്ടെന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് തീ പതുക്കെ പറയണ് ക്ലാസ് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ രാവിലെ എന്നെ വന്ന് വിളിച്ചതെന്ന്. തീ പതുക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് നോയ് ചോദിക്കുന്നു അല്ല നീ എന്താ ഇപ്പം പറഞ്ഞേന്ന്. അപ്പം തീ പറയുന്നു അത് പിന്നെ ഞാൻ താഴേക്ക് വീഴുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിന്റെ ഷർട്ടിലൊന്ന് പിടിച്ചോട്ടോ എന്ന് ചോദിക്കാൻ വന്നതാണെന്ന്. അപ്പം നോയ് തീ പറയണ കേട്ടിട്ട് തീയുടെ കൈ അവൻ്റെ ഷർട്ടിലേക്ക് വയ്ക്കുന്നുണ്ട്. നോയ് തീയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ദിവസം ഒരു ടെമ്പിളിലേക്ക് അവർ പോയില്ലേ എന്നാൽ ആ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീ അവിടെ എത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പം നോയ് ആണെങ്കിൽ തീരെ തലയിൽ നിന്ന് ഹെൽമറ്റ് മാറ്റാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തീ പോകുന്ന വഴി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനാ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന്. നോയ് ആണെങ്കിൽ ഒന്നും പറയാതെ അവനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പകുതി എത്തുമ്പോൾ ആ അമ്പലത്തിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല ശബ്ദത്തിലാണ് അത് കേൾക്കുന്നത്. അപ്പോൾ തീയാണെങ്കിൽ പെട്ടെന്ന് ചെവി പൊത്തുന്നു. ഇത് കണ്ട് നോയ് പറയുന്നു അധികം ഓവർ ആക്ടിങ് ചെയ്യല്ലേന്ന്. അതുപോലെ ഇവിടെ ഒരു സെറിമണി നടക്കുകയാണ്, അതിൽ നമുക്ക് പോയി ജോയിൻ ചെയ്യാം, കാരണം ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ഈ സെറിമണി അറ്റൻഡ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് നീ വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ തീ പറയുന്നു ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ എന്ന്. ഇത് കേട്ടിട്ട് നോയ് ചോദിക്കുന്നു അതെന്താ നീ വരാത്തേന്ന്. അപ്പോൾ അവൻ പറയുന്നു അത് പിന്നെ ഞാൻ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയല്ലേ ഞാൻ വന്നേന്ന്. അപ്പോൾ നോയ് പറയുന്നു സാരമില്ല, നമുക്ക് ഈ സെറിമണി അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം നോയ് ആണെങ്കിൽ അമ്പലത്തിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എന്തോ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തീയുടെ അടുത്തേക്ക് അവൻ വന്നിട്ട് അവനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നു നീ ഡാൻസ് കളിക്കുക. അപ്പം തീയാണെങ്കിൽ ഡാൻസ് ഒന്നും കളിക്കാതെ അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നോയ് പറയുന്നു നീ ഡാൻസ് കളിച്ചില്ലെങ്കിൽ നീ ഇതിന് ചുറ്റും കടന്ന് ഓടേണ്ടി വരുമെന്ന്. അതൊക്കെ കേട്ടതിന് ശേഷം തീയാണെങ്കിൽ എന്തോ വരട്ടെന്നുള്ള രീതിയിൽ ആരെ ശ്രദ്ധിക്കാതെ അവന് തോന്നുന്ന പോലെയൊക്കെ ഡാൻസ് കളിക്കുകയാണ്.
തീയുടെ ഡാൻസ് കണ്ടിട്ട് നോയാണെങ്കിൽ മനസ്സിൽ പറയണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നീ ഡാൻസ് കളിക്കുമെന്ന്. എന്തായാലും കൊള്ളാമെന്ന്. തീ കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും അവനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന്. അപ്പം തന്നെ നോയാണെങ്കിൽ അവന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരും അതേപോലെ ക്ലാപ്പ് ചെയ്യുന്നു. എന്നിട്ട് നോയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നീ നല്ലതുപോലെ കളിച്ചെന്ന്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിൽ കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.